എല്ലാവർക്കും ചിങ്കന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ വളരെ പെട്ടെന്നും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പനീർ ബട്ടർ മസാല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, അയ്യോ ഇതൊക്കെ എങ്ങനെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു പനീർ ബട്ടർ മസാല എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒന്ന് ലിസ്റ്റ് ഇടാം. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ ദേ ഇതിനായിട്ട് 200 ഗ്രാമിൻ്റെ ഒരു പനീർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വളരെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം ഇതേ രീതിയിലാണ് ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വളരെ കുറച്ച് ജസ്റ്റ് ഒരു പിഞ്ച് എന്ന് പറയില്ലേ, അത്രയും ജീരകത്തിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനെ നമ്മൾ ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബട്ടറും കൂടി ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും പനീറിന്. അങ്ങനെ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് പനീറും കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പനീർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ അതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ഡീപ്പായിട്ട് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, അതിലൊന്ന് കിടന്നിട്ട് ഒന്ന് രണ്ട് സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി വരത്തക്ക രീതിയിൽ എടുത്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് ഇതിനെ ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവോള ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ട് വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതും അരിഞ്ഞൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വേണം. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് തക്കാളിയാണ്. അപ്പോൾ ഇതേ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നൈസായിട്ട് ഒരു സ്ക്വയർ ആക്കിയിട്ട് തന്നെ അത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഈ പനീർ ഫ്രൈ ചെയ്ത ഈ പാനിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിന് ഓയിലിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് ഇട്ടതിന് ശേഷം ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ സവാളയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 3 കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം തക്കാളി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 10-15 കാഷ്യൂനട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ ഒരു 15 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 15 മിനിറ്റ് വെന്തതിന് ശേഷം ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി പനീർ ബട്ടർ മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം.
അങ്ങനെ ദേ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷമാണ് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് തക്കാളി വളരെ നൈസായി അരിഞ്ഞതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കാശ്മീരി മുളക് പൊടി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ അരപ്പും ഇതിൻ്റെ ഇതൊക്കെ നല്ല രീതിയിൽ അതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവര ഇല ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അതാണ് കസൂരി മേത്തി. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ പനീറും കൂടിയും ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ആ പനീർ ആ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും അതുമ്മേ പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇത്തിരി ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഗരം മസാല, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർക്കുന്നുണ്ട്. അതായത് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ മല്ലിയിലയും അതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടറും കൂടി ചേർക്കുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇതിനെ ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് കുറച്ച് വേണ്ടത് എനിക്ക് തോന്നുന്നു കസൂരി മേത്തി മാത്രമേ, അതുപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ആയിരിക്കും കുറച്ചൊന്ന് നമ്മൾ പുറത്തുനിന്ന് മെയിനായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാത്തത്. ചിലവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ അധികം വാങ്ങാത്തത് അത് മാത്രമായിരിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ബട്ടർ മസാലയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.